Hi guys, welcome to Verandaries Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് ടാർജറ്റ് CHSLന്റെ ഒരു വീഡിയോ ആണ് പോകുന്നത്, റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. സോ ഈ ഒരു വീഡിയോസിൽ നമുക്കിനി അറിയാം, ഇനി 1 വീക്ക് പോലും ഇല്ല CHSL എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. ജൂലൈ 1 മുതൽ CHSL എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ഒരു സീരീസിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 11-20, 29, 41, 56 എന്ന് പറഞ്ഞൊരു നമ്പർ സീരീസ് ആണല്ലേ. സോ ഈ നമ്പർ സീരീസ് എന്ന് പറയുന്നതിൽ ഇനി ഏതാണ് വരുന്നതെന്നാണ് ഒരു 30 സെക്കൻഡ് ടൈം തരാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ നമുക്ക് നോക്കുമ്പോൾ 11-20, 29, 41 ആൻഡ് 56 എന്നാണ് കിടക്കുന്നത്. ഇത് എന്ത് ചെയ്തേക്കാം നോക്കി, 20-ന്ന് 9 കൂടിയേക്കുന്നു, 29-ന്ന് 12 കൂടിയേക്കുന്നു, 41-ന്ന് എന്താ 15 കൂടിയാണ് 56 ആയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒന്നും കൂടെ ഡബിൾ ഡിഫറൻസ് എടുക്കുവാണെങ്കിൽ ഇവിടെ എത്ര 3 വന്നേക്കുക അല്ലേ. സോ ഇവിടെയും 3 മൈനസ് ചെയ്യുക, 6 വരും, ഇവിടെയും 3 മൈനസ് ചെയ്യുക, വിച്ച് ഇസ് 11 + 3 എന്ന് വരും അല്ലേ. 11 + 3 14 ആണ് കറക്റ്റ് ആൻസർ. 14 ആണ് കറക്റ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസർ എത്രയാണ് 14. ഓപ്ഷൻ 4 14 ആണ് ഇതിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 7:46, 13:166, 9:78 ആൻഡ് 48:144 എന്നാണ്. ഇതിലേതാണ് ഓഡ് പെയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ നോക്കി 7:46 അല്ലേ. 7:46, 13:166, 9:78 ആൻഡ് 48:144 എന്നാണ് കിടക്കുന്നത്. 7:46. 46 എന്ന് പറഞ്ഞാൽ 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലോ ക്യൂബിലോ സ്ക്വയറിലോ എവിടെയെങ്കിലും വരുന്നതാണോ? ഞാൻ നോക്കിയപ്പോൾ 46-ന് അടുത്ത് കിടക്കുന്ന 49 എന്ന് പറയുന്നത് അല്ലേ. 49 എന്ന് പറയുന്നത് 7ൻ്റെ സ്ക്വയർ ആണ്. സോ 7 സ്ക്വയർ മൈനസ് 3 ആണ് ഇത്രേ 46 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 13 സ്ക്വയർ 169 മൈനസ് 3 ആണ് എത്ര 166. സോ പാറ്റേൺ കിട്ടി. ആദ്യത്തേൻ്റെ സ്ക്വയർ, ഫസ്റ്റിൻ്റെ സ്ക്വയർ മൈനസ് 3 ആണെന്ത് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ വരാത്ത ഒരേ ഒരു സീരീസ് അല്ലേ ഉള്ളൂ. ഏതാണത്? ഓപ്ഷൻ 4. 48:144 ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. 48:144. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Priya pointed towards a man and said that he is the brother's paternal grandmother's only child. How is the man related to Priya എന്നാ ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. പറഞ്ഞേക്കുന്നത് എന്താണ്? നോക്കി പ്രിയ ഒരു മാനിൽ പോയിന്റ് ചെയ്തേക്കാണ്. എന്നിട്ട് പറയാണ് ഹീ ഈസ് ഹർ, അവരുടെ ബ്രദറിൻ്റെ അല്ലേ. അപ്പം പ്രിയയുടെ ബ്രദറിൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് മദറിൻ്റെ, പെറ്റേണൽ എന്ന് പറഞ്ഞാൽ ആരെ സൂചിപ്പിക്കുന്നു? അച്ഛനെ സൂചിപ്പിക്കുന്നു അല്ലേ. അച്ഛൻ്റെ അമ്മയാണ് അപ്പോൾ വരുന്നത് പെറ്റേണൽ ഗ്രാൻഡ് മദർ. ഓക്കെ, പെറ്റേണൽ ഗ്രാൻഡ് മദറിൻ്റെ ഒള്ളി ചൈൽഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പെറ്റേണൽ ഗ്രാൻഡ് മദറിൻ്റെ ഒള്ളി ചൈൽഡ് ആരായി? ഇവിടെ വരുന്ന അവരുടെ ഫാദർ ആയില്ലേ. ഓക്കെ, സോ ഈ ഇതായി. ഇനി ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു പ്രിയ? പ്രിയയുമായിട്ട് ആ മാൻ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത് നോക്കി. പ്രിയയുടെ അച്ഛനായിട്ട് വരും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഫാദർ ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതാണ്? ഫാദർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തെന്ന് പറയുന്നത് വരാൻഡ റൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ ഉണ്ടാവും, then ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, then ഒരു മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. ക്ലാസ് സെഷൻ നമ്മൾ ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും ഫോർ കോൺ, അതേപോലെ തന്നെ റീസണിങ്, അതേപോലെ GKക്കും ഇംഗ്ലീഷിനുമായിട്ട് നമ്മൾ SSCക്ക് ആ ഒരു പാറ്റേണിൽ പോകും. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനൊരു സർക്കിൾ സെഷൻ, ഒരു മെൻ്റൽ സപ്പോർട്ടോട് കൂടി ഒരു സർക്കിൾ സെഷൻ പോകും. then ഒരു എക്സ്ട്രീം സർക്കിളും ഒരു സൂപ്പർ ബാച്ചും, then ഒരു റിപ്പ് സെഷൻ, then ഒരു മോക്ക് ഇൻ്റർവ്യൂ.
ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ടാണ് മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ബാച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഓൺഗോയിങ് ആയിട്ട് ഇപ്പോൾ ഒരു CHSL ബാച്ച് ഉണ്ടായിരുന്നു. നമുക്കെന്ന് വെച്ചാൽ വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടി നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സർക്കിൾ, അതാണ് എക്സ്ട്രീം സർക്കിൾ ആൻഡ് സൂപ്പർ ബാച്ച്. ഈ ഒരു 6 ലെവൽസ് ആണ് വരാന റേസ് റൺ ചെയ്യുന്നതെന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടേബിൾ എന്ന് പറയുന്നത് FNEEY ആയിട്ട് ചെയ്തേക്കുന്നു. ക്രൗൺ എന്ന് പറഞ്ഞാൽ OYRVH. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് കോഡ് ചെയ്തേക്കുന്നത് എന്നാണ്. 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ നോക്കി, നമുക്ക് ടേബിൾ എന്ന് പറഞ്ഞാൽ FNEEY ആയിട്ടാണ് കോഡ് ചെയ്തേക്കുന്നത്. നമ്മൾ അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് എഴുതിയപ്പോൾ നോക്കി, ഇവിടെ +5 ചെയ്തേക്കുന്നു, ഇവിടെ എന്താണ് +4, ഇവിടെ +3, ദിസ് ഈസ് +2 ആൻഡ് ഇതെന്ന് പറയുന്നത് +1. ഈ ഒരു രീതിയിൽ പോയേക്കുവാണ്. +5, +4, +3, +2, +1 എന്ന് പറഞ്ഞ് പോയേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ബ്യൂട്ടി എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. BEAUTY അല്ലേ, BEAUTY. ഇതാണെങ്കിൽ +3, ഇവിടെ +5 ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇത് 2, 5, 1, 21, ദെൻ ഇവിടെ എത്രയാണ് 20, ദെൻ ഇത് 25, 6 പേരുണ്ടല്ലേ, 6 പേരുണ്ട്. അപ്പോൾ ഇവിടെ +6 ആയിരിക്കും അല്ലേ. ഇപ്പോൾ 2ൽ നിന്ന് ഇത് കൂട്ടുമ്പോൾ 8 വിച്ച് ഈസ് H. ഇവിടെ ആകുമ്പോൾ അത് 1 മാറും, YZ ആയിട്ട് മാറും. അപ്പോൾ ZH വരുന്ന ഒരേ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. നമുക്ക് എല്ലാ ഓപ്ഷനും ചെയ്ത് നോക്കണ്ട, ജസ്റ്റ് ഇവിടെ എന്താണ് +6ഉം ഇവിടെ +1ഉം ആണ്. അങ്ങനെ വരുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ, ZBXEJH. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ 66 ആയിട്ട്, ഓട്സ് എന്ന് പറയുന്നത് എന്താണ് 53, എന്നാൽ എസ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്ന ഏത് രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, ലാമ്പ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് എന്താണ് 66ലോട്ടാണ് അല്ലേ, 66ലോട്ടാണ് കോഡ് ചെയ്തേക്കുന്നത്. സോ ലാമ്പിൻ്റെ നമുക്കൊന്ന് എഴുതാം, LAMB. സോ ഇതിൻ്റെ പൊസിഷണൽ വാല്യൂസ് അല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്തേക്കുകയാണ്. നമുക്ക് നോക്കാം. 12 ആണ് ഇത് വരുന്നത്, 12, 1, 13, പിന്നെ ഇവിടെ എത്ര 16. ഈ ഇത്ര ആഡ് ചെയ്ത് 66 എന്ന് പറയുന്ന ഒരു വലിയ നമ്പറിലോട്ട് എത്തുമോ? ഇല്ല. സോ അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എന്താ ചെയ്തേക്കുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സ് എടുത്ത് നോക്കാം. 12 ആണെങ്കിൽ ഇവിടെ 17 ആയിരിക്കും ഓപ്പോസിറ്റ്, ഇവിടെ ആണെങ്കിൽ 26, ഇവിടെ എത്ര 14, 12 ആണെങ്കിൽ 15 ആണേ, 26, 14, ഇവിടെ എത്ര ആയിരിക്കും 11. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ, 66 66. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 66 വന്നു. അങ്ങനെയാണെങ്കിൽ YESS അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സ് എടുക്കാം അല്ലേ. ഓപ്പോസിറ്റ് ഇത് 25 ആണ്, ഇത് 5, ഇത് 19, ഇത് 19. സോ 25ൻ്റെ ഓപ്പോസിറ്റ് എത്ര 2 ആണ് അല്ലേ, 2. ഇതെത്രയാണ് 5 ആണെങ്കിൽ ഇവിടെ 22 ആയിരിക്കും അല്ലേ, 22. 19 ആണെങ്കിലോ 8 ആൻഡ് 8. അപ്പോൾ 16 + 22 + 2 എത്ര വരുന്നത്
40 വന്നു അല്ലേ. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4 40 ആണ്. എന്ത് 40 ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 40 വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ തിൻ എന്ന് പറയുന്നത് 1723 ആയിട്ട് കോഡ് ചെയ്തേക്കുന്നു. വിത്ത് എന്ന് പറഞ്ഞാൽ 2417 ആയി കോഡ് ചെയ്തേക്കുന്നു. എന്നാൽ ഡബ്ല്യു എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് ഏത് ലാംഗ്വേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്? 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, സോ തിന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് 1723 എന്നാണ് അല്ലേ. തിന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് THIN. തിന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് 1723 എന്നാണ്. വിത്ത് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് WITH എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് 2417 എന്നാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഡബ്ല്യുവിൻ്റെ കോഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു നമ്പേഴ്സ് അവിടെ നോക്കുക. ഇവിടെ ഇല്ലാത്ത ഏതേ ഉള്ളൂ? 4 ആണല്ലേ. സോ അപ്പോൾ ഡബ്ല്യുവിൻ്റെ ഇതെന്താ കോഡ് ചെയ്തേക്കുന്നത്? ഇറ്റ്സ് 4, 4ആണ്. ഇത് പൊസിഷണൽ വാല്യൂസ് ഒന്നും വെച്ചിട്ടല്ല, ജസ്റ്റ് കുറച്ച് കോഡുകൾ വെക്കുന്നതാണ്. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 1 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. MIT JEQ GAN ആൻഡ് DWK എന്നാണ്. ഒരു 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എങ്ങനെയാണ്? 13 9 20 10 5 17 7 1 14 ദെൻ 4 23 11 പോയേക്കാണ്. ഇപ്പം നോക്കി, ഇത് -3, ഇവിടെ ആണെങ്കിലോ -4 ആൻഡ് ഇവിടെ -3. ഓക്കെ, -3 -4 വീണ്ടും -3 അങ്ങനെ പോയേക്കുന്ന സീരീസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നതിന്? -3 ദാറ്റ് ഈസ് 1 വരും അല്ലേ. അപ്പം എ വരുന്ന ഏതൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 1 മാത്രമേ ഉള്ളല്ലോ എ വരുന്നത്. നമുക്ക് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടത്തില്ലേ. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ASH എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാനിഷഡ്, ബാൻഡേജ്, ബാനിസ്റ്റർ, ബാങ്ക്രപ്റ്റ്, ബാൻഡ് വാഗൺ ആൻഡ് ബാങ്കുറ്റ് എന്നാണ്. ഇത് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്? വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്? 251436 എന്നാണ്. തെറ്റരുത്, 251436 എന്നാണ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ബാൻഡേജ്, അത് കഴിഞ്ഞിട്ട് എന്താണ്? BAND കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം വരുന്നത്. അപ്പോൾ 251436 ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റാൻ മാക്സിമം പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9:79 11:119 7:- എന്നാണ്. 30 സെക്കൻഡ് ടൈം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ ഇതെന്ന് പറയുന്നത് അടുത്തടുത്ത് കിടക്കുന്ന വാല്യൂസ് എന്തിൻ്റെയോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ആ ഒരു രീതിയിൽ. സോ നമുക്ക് നോക്കാം. 9:79 എന്നാണ് അല്ലേ. 9:79. 9ൻ്റെ സ്ക്വയർ എത്ര? 81 അല്ലേ. 81ൽ 2 കുറച്ചേക്കുന്നതാണ് 79. അങ്ങനെയാണെങ്കിൽ 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121. 121ൽ 2 കുറച്ചേക്കുന്നതല്ലേ 119 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏൻ്റെ സ്ക്വയർ എത്ര? ഏൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. അതിൽ നിന്ന് 2 കുറച്ചു എത്ര വന്നു? 47. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? 47. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ZXC-B-VB-XCV-ZVB ഈ ഒരു രീതിയിലാണ്. ഇതിലേതാണ് നടക്കുന്നതെന്നാണ്. 30 സെക്കൻഡ് ടൈം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും.
സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ZX CVB, ZX CVB എന്ന് പറഞ്ഞ് CVB. അടുത്ത എന്താണ്? അടുത്ത വരുമ്പോൾ D വരും ഇവിടെ, അടുത്ത E, അടുത്ത എന്താണ്? F. ഓക്കെ, ഇവിടെ F ആണ് വരുന്നത്. അങ്ങനെ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ജസ്റ്റ് നോക്കി, ആദ്യമേ ഇവിടെ D, ഇവിടെ E, ഇവിടെ F. ഓക്കെ, ആ രീതിയിൽ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. CD. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. അപ്പം ZX CVB, അടുത്തത് ZX എന്താണ്? DVB. ഇങ്ങനെ പറഞ്ഞു പോകും. ഇവിടുത്തെ ഇത് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നത്. കുറച്ച് ടഫായിരിക്കും, കാരണം എപ്പോഴും നമ്മളൊരു റിപ്പീറ്റേഷൻ പോകുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറും കൂടെ ചേഞ്ച് ഉണ്ട്. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു സെഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഈ 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി ഒരാഴ്ച പോലും ഇല്ല. സോ നല്ല സ്പീഡായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു എക്സാം, നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.